നിലാവിൻ കൂടാരം കണ്ടില്ലേ, വിളിച്ചാൽ പോരില്ലേ, തുളുമ്പും പ്രായമല്ലേ, ചിലമ്പിൻ താളമില്ലേ, ചിരിക്കാൻ നേരമില്ലേ, ആലിൻ കൊമ്പത്തൂഞ്ഞാലാടില്ലേ. കിളിപ്പെണ്ണേ നിലാവിൻ കൂടാരം കണ്ടില്ലേ, കിനാവിൻ താമ്പാളം കണ്ടില്ലേ. ഓ, 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 തിരിമുറിയാതെ പെയ്തൊരു സ്നേഹം പുലരിപ്പുഴകളിൽ സംഗീതമായി, പവിഴത്തിരകളിൽ സല്ലാപമായി. തിരിമുറിയാതെ പെയ്തൊരു സ്നേഹം പുലരിപ്പുഴകളിൽ സംഗീതമായി, പവിഴത്തിരകളിൽ സല്ലാപമായി. മിഴിച്ചന്തം ദിം ദിം മൊഴിച്ചന്തം ദിം ദിം ചിരിച്ചന്തം ദിം ദിം. പൂമഴയ്ക്ക് ഇനി നീരാട്ട് താരാട്ട് ഓമനച്ചോറൂണ് ഈരാവിൻ പൂന്തോട്ടിൽ ഈറൻ കാറ്റിൽ തനിയാടുന്നു. കിളിപ്പെണ്ണേ കിളിപ്പെണ്ണേ നിലാവിൻ കൂടാരം തന്നില്ലേ, തന്നില്ലേ കിനാവിൻ താമ്പാളം കണ്ടില്ലേ. കണ്ടില്ലേ. ഓ, 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 ഓ. വഴിയറിയാതെ വന്ന വസന്തം കളഭക്കുയിലിനു താലിപ്പൂ നൽകി, കനകത്തിടമ്പിനു കണ്ണാടി നൽകി. വഴിയറിയാതെ വന്ന വസന്തം കളഭക്കുയിലിനു താലിപ്പൂ നൽകി, കനകത്തിടമ്പിന് കണ്ണാടി നൽകി. വളക്കൈകൾ ധീം ധീം മണിപ്പന്തൽ ധീം ധീം തകിൽ താളം ധീം ധീം. താമരയ്ക്ക്. ഇനി മാമ്പൂവോ തേൻ പൂവോ ഭാരനെ പൂജിക്കാൻ ഈ മണ്ണിൽ ദൈവങ്ങൾ ഓരോ മുത്തും വാരിത്തൂവുന്നു. കിളിപ്പെണ്ണേ നിലാവിൻ കൂടാരം കണ്ടില്ലേ, വിളിച്ചാൽ പോരില്ലേ, തുളുമ്പും പ്രായമല്ലേ, ചിലമ്പിൻ താളമില്ലേ, ചിരിക്കാൻ നേരമില്ലേ, ആലിൻ കൊമ്പത്തൂഞ്ഞാലാടില്ലേ. കിളിപ്പെണ്ണേ കൂടാരം കണ്ടില്ലേ, വിളിച്ചാൽ പോരില്ലേ. വൈക എന്തോ പ്രശാന്ത് ഏട്ടാ എന്തോ ഭയങ്കര ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു. Thank പ്രശാന്ത് ഏട്ടൻ എന്താ ചെയ്യുന്നേ? ഗാനമേളക്ക് പാടുന്നു. ഓക്കെ സൂപ്പർ ആയിരുന്നു കേട്ടോ ബ്രോ. താങ്ക് യു. നല്ല പ്രസൻസ്, നല്ല സുഖമുണ്ടായിരുന്നു. ആക്ട് ആയിരുന്നു. അതെ ഭയങ്കര എനർജി ആയിട്ട് ചെയ്തു. വൈക കമ്പാനിനെ ഒന്ന് പരിചയപ്പെടുത്തൂ ഞങ്ങൾക്ക്. ഇത് പ്രശാന്ത് ആ അച്ഛനാണ്. എന്തുവാടേ എനിക്കതറിയാം, ഞാനതല്ല ചെയ്യുന്നു പ്രശാന്ത് ഏട്ടൻ. എനിക്കും അറിയാം. അയ്യോ ഇത് അച്ഛനാണോ? ഇത് വൈകയുടെ അച്ഛനാണ് ഇന്ന് കമ്പാനിയനായിട്ട് ബഹുത്ത് അച്ഛ. വന്നിട്ടുള്ളത്. ഹരിച്ചേട്ടാ അച്ഛന് മറന്നുപോയാ? ഞാൻ ഇവിടെ നിന്ന് ഇടയ്ക്ക് സന്യാസത്തിന് പോരുന്നില്ല, അപ്പൊ ഞാൻ മറന്നുപോയി. ഞാൻ അന്ന് ഒരു പ്രാവശ്യം വന്നപ്പം പറഞ്ഞു 18 വർഷം മുമ്പ് നമ്മളൊരു ഓഡിഷന് പോയപ്പോ എന്റെ ബ്രോ അപ്പൊ എനിക്ക് ഇന്നലെ കണ്ട ആളെ ഓർമ്മയില്ല. അപ്പോഴാണ്
പ്രശാന്തേട്ടൻ ഓഡിഷന് വന്നതാണ് പണ്ട് ആ സൂപ്പർ സ്റ്റാറിന്റെ. ഞാൻ എന്നിട്ട് പറയും അത് കൊള്ളാം, പാടണോ ഇനിയും എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയാൻ വിഷോ ഞാനാണെങ്കിൽ ചോദിക്കാൻ പോയത് ബ്രദർ സിസ്റ്റർ ആയിരുന്നോ അതോ ആക്ച്വലി കേട്ടോ അച്ഛനാണെന്ന് ഇപ്പോഴും ഞാൻ ഒരിക്കലും എനിക്കിപ്പോ അറിയാത്തുണ്ട്. പ്രശാന്തേ എന്തോ 5 വയസ്സിൽ കെട്ടിയോ? 25. നല്ല വയസ്സിൽ എന്നെ വെട്ടാൻ പറ്റില്ല. യവൻ 18. ഞാൻ 22 വയസ്സ് കെട്ടിയ. സമ്മതിച്ചടാ. അതെ അല്ല വൈകയ്ക്ക് ഒരു നല്ല കമ്പാനിയൻ വീട്ടിൽ തന്നെ പാട്ട് പാടുന്ന ഒരാളുള്ള പിന്നെ പുറത്തുനിന്ന് ആളെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനൊരു ഇത് നമ്മളിങ്ങനെ നോക്കിയിരിക്കുക അടുത്ത എന്തുവാണ് വരാൻ പോകുന്നത് ഇങ്ങനെ നോക്കിയിരിക്കുക മെസ്സേജ്. അപ്പോഴാണ് വിത്ത് കമ്പാനിയനാണെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് വീട്ടിലെല്ലാരും ഇങ്ങനെ തപ്പു നമുക്ക് അവരെ വിളിച്ചാലോ ഇവരെ വിളിച്ചാലോ. ഒരാളെ ഞാൻ പറയാം, അടിപൊളി ഗായകനാണ്. ഞാൻ തന്നെ ഇങ്ങനെ നിക്കുക. ഇപ്പൊ എന്നെ പറയുന്ന ഇങ്ങനെ നിക്കുക. ആരും പറയുന്നില്ല. അല്ല പ്രശാന്തേ മനോഹരമായിട്ട് അതെ ബ്യൂട്ടിഫുൾ അടിയോ ഈ കൊച്ചിനെക്കാളും നന്നായിട്ട് പാടി. ഉള്ളത് പറയാലോ, സത്യം അതാണ്. ഇന്ന് കുറച്ച് അടിപൊളിയായിട്ട് പാടി, കുറച്ച് മേലിലായിരുന്നു. അച്ഛനായിരുന്നു മുകളിൽ. അപ്പോ അച്ഛാ മോളെ ചോദിക്കാം. ശരത് സർ അച്ഛനും മോക്കും ഞങ്ങളുടെ എല്ലാവരുടെയും വക വണ്ടർഫുൾ ബ്യൂട്ടിഫുൾ ആയിരുന്നു. നല്ലൊരു പാട്ട്, നല്ല സുഖമുള്ള ഒരു പാട്ട്. മോളെ ഇത് പറഞ്ഞ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. മ്യൂസിക് ചെയ്തത് വിദ്യാസാഗർ സാർ, ഗുഡ്. ലിറിക്സ് എസ് രമേശൻ നായർ സാർ, പിന്നെ പാടിയത് ദാസാറും ചിത്രാമേം. സിനിമ ദോസ്ത്. ഇത് കൂടുതൽ എന്ത് പറയണം. അപ്പൊ നിങ്ങൾ അച്ഛനും മോളും ദോസ്തുകളാ. ബെസ്റ്റ് മക്കളെ. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയതാ. സന്തോഷം കേട്ടോ. സത്യം പറഞ്ഞാൽ അതൊരു സന്തോഷമാണ് മനസ്സിൽ. ഇങ്ങനെ ഒരു അവസരം ഒരുപാട് അങ്ങനെ കിട്ടിയിട്ടില്ല. ഗാനമേളയ്ക്ക് പാടും, അത് നമുക്ക് അത്യാവശ്യം കിട്ടും. ഇപ്പൊ ഇവളോട് ഉള്ളതുകൊണ്ട് ചെറിയ പ്രോഗ്രാം ഒക്കെ കിട്ടാറുണ്ട്. ഒരുപാട് പ്രോഗ്രാംസ് ഇട്ടോ രണ്ടുപേരും തകർക്കട്ടെ. പക്ഷെ ഇതുപോലൊരു വലിയ വേദിയിലൊക്കെ പാടാനായിട്ട് അവസരം അങ്ങനെ കിട്ടിയിട്ടില്ല. ചാലപ്പിടിക്കാരൻ ചങ്ങാതി എന്ന് പറഞ്ഞ സിനിമയിൽ പാടിയിട്ടുണ്ട്. പിന്നെ 3-4 പാട്ട് പാടി, 2 ഇറങ്ങിയിട്ടുള്ളൂ. അല്ല ഇനിയും ഫിലിമുകളിൽ പാടാൻ സാധിക്കട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആശിക്കുന്നു. എല്ലാം നടക്കും, എല്ലാം ഭംഗിയാണ് ഉറപ്പായിട്ട്. എന്തൊക്കെയായാലും നിങ്ങളുടെ രണ്ടുപേരെയും കാണാൻ കഴിഞ്ഞതിലും കുറെ സന്തോഷം. ഇവളെന്റെ ചക്കരയാണ്, അത് വേറൊരു വിഷയം. പക്ഷെ മോളെ ഇന്ന് അച്ഛനാണ് ഒന്നും എന്നോട് ക്ഷമിക്കണം. ഐ ലവ് യു മുത്തേ. രണ്ടുപേരും കെട്ടിപ്പിടിച്ചു. താങ്ക് യു ശരത് സർ. ഹരിച്ചേട്ടാ ഞാൻ ഇപ്പോഴും ആ ഷോക്കിലിരിക്കുക. ഹരിച്ചേട്ടാ ഇരിപ്പ് കണ്ടപ്പോഴേ ഹരിച്ചേട്ടൻ ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. ഹരിച്ചേട്ടൻ ആണല്ലേ, എനിക്ക് ഹരിച്ചേട്ടൻ മറന്നുപോയിട്ടുണ്ട്. ഞാന് നല്ലൊരു സിംഗർ, ഞാൻ ഇതുവരെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ഇതാരാണ്? നല്ല പ്രസൻസ്, നല്ല കെമിസ്ട്രി. വൈകിയായിട്ട് എന്ത് രസമായിട്ട് ആക്ട് ഒക്കെ ചെയ്തു. അത് നല്ല ഹാപ്പി ആയിട്ടാണ് പുള്ളി പ്രസന്റ് ചെയ്തത്. അപ്പൊ ഞാൻ ശരിക്കും വൈകിയുടെ പാട്ട് കേട്ടെങ്കിൽ ഐ വാസ് വാച്ചിങ് ഹിം. കൂടുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന പുള്ളിയുടെ ഒരു പെർഫോമൻസ് ആയിരുന്നു. എന്ത് രസമായിട്ടാ ചെയ്തതെന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കാം. പിന്നെ അത് കഴിഞ്ഞാണ് എന്റെ മോളെ, ഞാൻ ഈ ഇടയ്ക്ക് ഇങ്ങനെ ഞെട്ടിയിട്ടില്ല കേട്ടോ. ഭയങ്കര സസ്പെൻസ് ആയിരുന്നു. ഇത് വൈകിയുടെ അച്ഛനാ, ഞാൻ സമ്മതിക്കില്ല. എനിക്ക് രണ്ടുപേരും അടിപൊളിയായിട്ട് പാടി. എന്നാലും ഇന്ന് ഡാഡി മൈ ഡാഡി ആയി, സൂപ്പർമാൻ ആയി പോയി. തലയൊക്കെ പെറുക്കുന്നുണ്ട്, ചിലപ്പോ ഞാൻ വീഴാൻ സാധ്യത. നേരത്തെ കസേരയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അടിപൊളി. എന്താ ഒരു ബ്രദർ സിസ്റ്റർ നിന്ന് പാടുന്ന പോലെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊന്നും എഴുതിയിട്ടില്ല. ആകെ ചില സ്ഥലത്തൊക്കെ മോളെ ചെറിയ ടെമ്പോ പോകുന്നുണ്ടായിരുന്നു. അച്ഛനെ കണ്ടു പടി. അച്ഛൻ കറക്റ്റ് ടെമ്പോയിൽ പാടി. ഈ ഫസ്റ്റ് ചരണം കഴിഞ്ഞിട്ട് വരുന്ന കണക്ട് ഇല്ല പല്ലവിയിലേക്ക്, അത് ടെമ്പോ കുറച്ച് വലിഞ്ഞിട്ടുണ്ട്. അത് എഴുതിയിട്ടുണ്ട്, മറന്നുപോയി, ക്ഷമിക്കണം. ഇനി നീരാട്ട് ഒന്നും പ്രത്യേകം നീരാടാ. കിളിപ്പെണ്ണേ. അപ്പൊ അത് മിസ്സായി, കുറച്ച് ലാഗ് അടിച്ചു. പക്ഷെ നല്ല ഫീൽ, രണ്ടുപേരുടെ ആ കെമിസ്ട്രിയിലാണ് ഈ പാട്ടിരുന്നത്. അത് രസമായിട്ട് ഇന്ന് ഇത് കണ്ട പ്രേക്ഷകർക്കും അതറിയാം. അത്ര എൻജോയ് ചെയ്താണ് എല്ലാവരും കണ്ടത്. ഓർക്കസ്ട്ര സൂപ്പർ, അനൂപൻ സംഘവും. അപ്പൊ രണ്ടുപേരും തകർത്തു. സൂപ്പർ. താങ്ക് യു ഹരിച്ചേട്ടാ. ചേച്ചി വൈഗ എന്തോ വൈഗയുടെ അച്ഛൻ പ്രകാശ് അല്ല പ്രശാന്ത്. അച്ഛനെ മാറ്റി പറയരുത്. ആകപ്പാടെ ഇവിടെ കൺഫ്യൂഷനില്ല ഞങ്ങള്. ഇപ്പോഴാണ് വൈകിയുടെ അച്ഛൻ ഷോക്കായത്. ഇതുവരെ ഞാനായിരുന്നു ഷോക്കില്. മോളെ അച്ഛന്റെ വിളി എന്തൊക്കെ. അയ്യോ ശരിക്കും ഞാൻ അദ്ദേഹം വന്ന് നിന്നപ്പോഴത്തേക്ക് ഒരു ഇപ്പം നമ്മുടെ റിയാലിറ്റി ഷോയിലൊക്കെ കുറെ കണ്ടസ്റ്റൻസ് വരുന്നില്ലേ പാടാൻ. അപ്പൊ അതുപോലെ ഒരു കണ്ടസ്റ്റന്റ് ആയിരിക്കും
പ്രൈസ് ഒക്കെ കിട്ടിയ ഒരാളായിരിക്കും എന്ന് വിചാരിച്ചു. ആ ആക്ട് തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു പ്രഭുദേവ സ്റ്റൈലിലൊക്കെ ഒരു ഭയങ്കര ഗ്രേസ്ഫുൾ ഒക്കെ ആയിട്ട് വന്ന് ഈ മോളുടെ കൂടെ ഒക്കെ ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു നല്ല രസമുണ്ട്. ഇപ്പൊ ഇനി പുള്ളി കണ്ടപ്പോ എനിക്കൊരു സംശയം, ഇനി ഇതിപ്പോ സിസ്റ്റർ ബ്രദർ ആണോ അതോ കാമുകി കാമനാണോ എന്താന്ന് കാമുകനാണോ? അതിന് മുൻപന്തിയിലിരിക്കും. ഞാന് സത്യം പറഞ്ഞാൽ ഈ ഒരു പാട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഞാൻ 10ൽ പഠിക്കുമ്പോഴാണ് ഈ പടം ഇറങ്ങുന്നത്. അപ്പോൾ എനിക്കിത് അന്ന് നല്ല ഓർമ്മയുണ്ട്, ഈ പാട്ട് സ്റ്റേജിൽ പാടിയതും കാര്യങ്ങളൊക്കെ. അപ്പം അച്ഛനും മകളുടെയും ഈ ഒരു കോമ്പിനേഷൻ സൂപ്പറായിരുന്നു. ആ വോയിസ്, ഈ ഒരു പാട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ദാസേട്ടന്റെ ഒരു ശബ്ദത്തിന്റെ ഒരു കടുത്തൊരു ആരാധികയാണ് ഞാൻ. അപ്പം ഞാൻ എപ്പോഴും ആലോചിക്കും ഈ പാട്ട്, ദാസേട്ടനാ ഇനി മാമ്പൂവോ ആ പോർഷനൊക്കെ വരുമ്പോ സ്ട്രിങ്സ് കിടിലായിരുന്നു. സ്ട്രിങ്സ്, മൈ ഗോഡ്, ഓർക്കസ്ട്ര, സൂപ്പർ ഓർക്കസ്ട്ര. അതുപോലെ നിങ്ങളുടെ ആക്ട് ശരിക്കും ആ ഒരു സിനിമ സീക്വൻസ് കണ്ടതുപോലെ ഇരുന്നു. മോളുടെ പാട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണല്ലേ അച്ഛന്റെ ഒരു സപ്പോർട്ടാണല്ലോ. ഞാൻ ആദ്യമായിട്ട് ഇവള് പാടുന്നത് തന്നെ മിനുങ്ങും മിന്നാമിനുങ്ങും എന്നുള്ള പാട്ട് ഞങ്ങൾ രണ്ടുകൂടെ ആദ്യമായിട്ട് പാടി. അങ്ങനെയാണ് ആദ്യമായിട്ട് പാടുന്നത്. അനിത്യയുടെ കല്യാണത്തിന്റെ തലേദിവസം വെറുതെ ഞാൻ കയറി പാടിയതാ. അത് യൂട്യൂബിൽ ഭയങ്കര വൈറലായി. അപ്പോഴാണ് ആദ്യമായിട്ട് പാടുന്നത്. 5 വയസ്സിലെന്തോ. 5 വയസ്സില്. സൂപ്പർ. അപ്പൊ അച്ഛന്റെ ആഗ്രഹം ഇനി നന്നാവട്ടെ. മകളുടെ അച്ഛന്റെ നെഞ്ചില് എനിക്കൊന്ന് കരച്ചിട്ട് വന്നു. അതാണ് അത് വൈറലാകാൻ കാര്യം. അത് കരഞ്ഞിട്ട് മറ്റേ അങ്ങനെ കരഞ്ഞു പോയോണ്ടാണ് അച്ഛന്റെ അവൾ ആദ്യമായിട്ട് പാടുന്നത്. ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ പാടുമെന്ന് അറിയത്തില്ല അത്ര. പക്ഷെ ആ സ്റ്റേജിൽ കയറി അങ്ങ് പാടി. ബാക്കി എനിക്കിത് പറ്റാഞ്ഞിട്ട് അവള് ബാക്കി മുഴുവൻ പാടി. അന്ന് ഞാൻ കരഞ്ഞു പോയിട്ടെ. മറ്റേ നമ്മുടെ ഭരതൻ സിനിമയൊക്കെ പോലെ ഒരാള് വിട്ട് മറ്റേ ആള് പാടി. എന്തായാലും നിങ്ങളുടെ കോമ്പിനേഷൻ അടിപൊളിയാണ്. ആരും അച്ഛനും മകളുമാണെന്ന് കണ്ടാ പറയില്ല. താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു ട്രീറ്റ്. എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. എനിക്ക് തോന്നുന്നു മാർക്കിന് മുന്നേ നമുക്ക് ആ മിനിങ്ങും മിന്നാമിനും അതൊന്ന് ഇപ്പൊ എന്തായാലും ഇവർ രണ്ടുപേരും നിൽക്കുമ്പോ നമുക്ക് ആ ഒരു മൊമെന്റ് ഒന്ന് ജസ്റ്റ് മിനുങ്ങും മിന്നാമിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ വരുമോ ചാരേ നിന്നച്ഛൻ വരുമോ ചാരേ നിന്നച്ഛൻ വരുമോ ചാരേ നിന്നച്ഛൻ. ബ്യൂട്ടിഫുൾ. സോ സ്വീറ്റ്. ഒന്ന് കെട്ടിപ്പിടിക്കാ. marks. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ചേച്ചി നിങ്ങളുടെ രണ്ടുപേരുടെയും ഈ ഒരു പെർഫോമൻസിന് 9.3. ഹരിച്ചേട്ടാ ഉഗ്രാൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ സോ ടോട്ടൽ 18.5. സൂപ്പർ. സൂപ്പർ.